ഇറാനെതിരെ വീണ്ടും സൈനിക നീക്കങ്ങൾക്ക് ഇസ്രയേൽ പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു. ഇത്തരത്തിൽ ഇറാനെതിരെ ഇസ്രയേൽ ഇത്തരമൊരു നീക്കമുണ്ടാക്കിയാൽ അത് ഒരു തിരിച്ചടിക്കുള്ള സാധ്യത തുറക്കുകയാണ്. അത്തരമൊരു തിരിച്ചടിക്ക് ഇസ്രയേൽ തയ്യാറാകുമോ? അതിനുള്ള കെൽപ്പ് ഇസ്രയേലിനുണ്ടാകുമോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ജൂണിൽ ഇസ്രയേലുമായി നടന്ന യുദ്ധത്തിൽ തകർന്ന വ്യോമ കേന്ദ്രങ്ങളും മിസൈൽ സംവിധാനങ്ങളും ഇറാൻ പുനർനിർമ്മിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇതിലാണ് ഇസ്രയേലിന്റെ ആശങ്ക. ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വികസിപ്പിക്കുന്നതിൽ ഇസ്രയേൽ ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുണ്ട്. ഇക്കാര്യം ട്രംപിനെ അറിയിക്കുകയും ഇറാനെ ആക്രമിക്കാൻ തയ്യാറാവുകയുമാണ് ഇസ്രയേൽ ഇതോടെ ലക്ഷ്യമിടുന്നത്. ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ വ്യാപിപ്പിക്കുന്നുണ്ട്. ഈ ഭീഷണിക്കെതിരെ എടുക്കേണ്ട നടപടിയെപ്പറ്റി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 29-ന് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇത് ചർച്ചയാകും. ഈ വർഷം ഇറാനും ഇസ്രയേലും 2 ആഴ്ച നീളുന്ന യുദ്ധം നടത്തിയിരുന്നു. ഇതിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തു. യുദ്ധത്തിനിടെ US ബോംബിട്ട് തകർത്ത ആണവ കേന്ദ്രങ്ങളും ഇറാൻ പുനരുജ്ജീവിപ്പിക്കുകയാണ്. ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തെക്കാൾ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നന്നാക്കുന്നതിലുമാണ് ഇസ്രയേൽ ആശങ്കപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ നടപടികൾ ഇസ്രയേലിന് മാത്രമല്ല US താൽപര്യങ്ങൾക്കും ഭീഷണിയാണെന്നാണ് നെതന്യാഹുവിന്റെ പക്ഷം. ഇറാനെതിരായ പുതിയ സൈനിക നടപടികളിൽ അമേരിക്കയുടെ പങ്കാളിത്തത്തിനോ സഹായത്തിനോ ഉള്ള സാധ്യതകളും നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെടുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വർഷം ആദ്യം നടന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥരെയും ആണവ ശാസ്ത്രജ്ഞരെയും അവരുടെ താമസ സ്ഥലങ്ങളെയും ലക്ഷ്യം വെച്ച് ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അതേക്കുറിച്ച് ആരാഞ്ഞപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത് നിഷേധിക്കുകയും ചെയ്തു. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ ഈ ഘട്ടത്തിൽ അമേരിക്കയും ആക്രമിച്ചിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവിനെ ലക്ഷ്യം വെക്കുക എന്നത് വളരെ എളുപ്പമുള്ള ലക്ഷ്യമാണെന്നും എന്നാൽ അത് ഉടനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ട്രംപ് ആ സമയത്ത് പറഞ്ഞിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവിനെ മരണത്തിൽ നിന്ന് ഒരിക്കൽ രക്ഷിച്ചത് താനാണെന്ന് പിന്നീട് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലും ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഖമേനിയെ ലക്ഷ്യം വെച്ചുള്ള മറ്റ് പദ്ധതികളും നടക്കുന്നുണ്ടെന്ന് അന്ന് തന്നെ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഖമേനിയുടെ സുരക്ഷാ ഭടന്മാരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്തത് ആ വിവരങ്ങൾ പിന്തുടർന്ന കൃത്യമായ ലൊക്കേഷൻ മാപ്പ് ചെയ്താണ് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഞെട്ടിക്കുന്ന ഈ രഹസ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ കൂടുതൽ ജാഗരൂകരാവുകയായിരുന്നു ഇറാൻ. അതിനു പിന്നാലെ ഫോൺ പോലും ഉപേക്ഷിച്ച ബോഡി ഗാർഡ്സിന്റെ പിൻബലമില്ലാതെ ഖമേനി ബങ്കറുകളിൽ അഭയം തേടുകയായിരുന്നു എന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. അതേസമയം സംഘർഷ സമയത്ത് ഇറാന്റെ പരമോന്നത നേതാവിനെ കൊല്ലാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാക്കുമെന്ന ആശങ്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ നീക്കം തടയുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നുണ്ട്. ഇറാന്റെ ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കാൻ ഇസ്രയേലിന് സാധിക്കാത്തതുകൊണ്ടാണ് അമേരിക്കൻ ആക്രമണം എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇതിനു പിന്നാലെ ഖത്തറിലെ അമേരിക്കൻ സേനാ താവളത്തിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തു. യുദ്ധം തുടർന്നു പോയാൽ സാഹചര്യം വഷളാകുമെന്ന് മനസ്സിലായ ട്രംപ് പിന്നീട് ഇസ്രയേലിനോട് ആക്രമണം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഖമേനിയുടെ ജീവനിൽ തനിക്ക് പ്രത്യേക ആശങ്കയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഇല്ലാതായാൽ ഇറാൻ എന്ന രാജ്യം പ്രതിസന്ധിയിലാകുമെന്ന് ഭയക്കുന്നുണ്ടെന്നും പറയുന്ന ആളാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. എന്തായാലും ഖമേനിയുടെ ജീവന് ഒരു പോറൽ പോലും സംഭവിക്കരുതെന്ന ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ടു പോകുന്ന ഇറാന്റെ പ്രസിഡന്റും ഇന്റലിജൻസ് ഏജൻസിയും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആണവ കേന്ദ്രങ്ങൾ മുൻപത്തേക്കാൾ ശക്തമായി പുനർനിർമ്മിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. രാജ്യത്തിന്റെ ആണവ സംഘടനയിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിക്കുകയായിരുന്നു. ഇസ്രയേൽ US ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ട്, അത് വസ്തുതയാണ്. എന്നാൽ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ ഇല്ലാതാക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥ നാശനഷ്ടങ്ങളുടെ വ്യക്തമായ വിവരം ഇതുവരെ ആരും പുറത്തുവിട്ടിട്ടില്ല. ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ ഇറാൻ വീണ്ടും ആക്രമണം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഫാക്ടറികളും കെട്ടിടങ്ങളും തകർത്തത് തങ്ങൾക്കൊരു വലിയ പ്രശ്നമല്ലെന്നും വീണ്ടും ശക്തമായ രീതിയിൽ അവ പുനർനിർമ്മിക്കുമെന്നുമാണ് ഇറാൻ വിശദമാക്കുന്നത്.
കെട്ടിടങ്ങൾ നശിപ്പിച്ചെന്ന് കരുതി തങ്ങൾ പിന്നോട്ടു പോകില്ലെന്ന തന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പെസഷ്ക്യാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാനിയൻ ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും ആവശ്യമായ ആണവ പരിജ്ഞാനം ഉണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത് ഒരു പരിധിവരെ സത്യവുമാണ്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നാൽ അവ പുനർനിർമ്മിക്കുമെന്ന് മസൂദ് പെസഷ്ക്യാൻ ഫെബ്രുവരിയിലും പ്രതികരിച്ചിട്ടുണ്ട്. ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ട ഇസ്രയേൽ യുദ്ധത്തിനിടെ ഇറാന്റെ പ്രമുഖ ശാസ്ത്രജ്ഞരടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങളെയെല്ലാം ഇസ്രയേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയാണ് ഇറാൻ തിരിച്ചടിച്ചിരുന്നത്. മുൻപ് നടത്തിയ പോലെ ഇറാനെ ഇനിയും ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രയേലും തുനിഞ്ഞാൽ അത് വിനാശകരമായ ഒരു യുദ്ധത്തിലാകും കലാശിക്കുക. കാരണം ഇറാൻ ആണവായുധ പരീക്ഷണം നടത്തിയിട്ടില്ലെങ്കിലും അവരുടെ കയ്യിൽ ആണവായുധം ഇല്ലെന്ന് ഇപ്പോൾ പോലും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നതാണ്. ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്നത് പരസ്യമായ രഹസ്യവുമാണ്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അമേരിക്കൻ ഏജൻസികൾ തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുകയുമില്ല. ഇറാന്റെ 11 മുതിർന്ന ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടെങ്കിൽ പോലും ഈ രംഗത്തെ വിദഗ്ധരായ നിരവധി പേർ ഇപ്പോഴും ഇറാനിൽ ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും സമ്മതിക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും. അന്താരാഷ്ട്ര സമ്മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒരു ദ്രുത ആണവ പരീക്ഷണം നടത്തും എന്നാണ് സ്ഥാനമൊഴിയുന്ന മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയയും മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ ഇസ്രയേൽ ഭയക്കേണ്ട ഒരു വാർത്തയുണ്ട്. ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ 4ാം തലമുറ ആണവായുധം പരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. നൂതന ആണവായുധ ആശയങ്ങൾ ഇറാൻ നിശബ്ദമായി പര്യവേഷണം ചെയ്തുവെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുറേനിയത്തെയോ പ്ലൂട്ടോണിയത്തെയോ ആശ്രയിക്കാത്തതും അറിയപ്പെടുന്ന ഏതൊരു ആണവ ശക്തിക്കും എത്തിച്ചേരാൻ ആകാത്തതുമായ ഒരു സൈദ്ധാന്തിക രൂപകൽപ്പനയായ 4ാം തലമുറ ആണവായുധമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പൂർണ്ണമായും ശുദ്ധമായ സംയോജനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആയുധം നിർമ്മിക്കാനുള്ള സാധ്യത ഇറാനിയൻ ശാസ്ത്രജ്ഞർ പരിശോധിച്ചതായാണ് റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നത്. ആണവ ഭൗതിക ശാസ്ത്രജ്ഞരെ വളരെ കാലമായി ആകർഷിച്ച ഒരു ആശയമായിരുന്നു അത്. എന്നാൽ ലോകത്തെവിടെയും ഒരു ആയുധമായത് ഒരിക്കലും വിജയകരമായി നടപ്പാക്കിയിട്ടില്ല എന്നത് മറ്റൊരു വസ്തുത. ഭാവിയിലേക്കുള്ളതും സാങ്കേതികമായി വിദൂരവുമായ ഒരു ആശയത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിലൂടെ പരമ്പരാഗത ആണവായുധങ്ങളോടുള്ള ഇറാന്റെ തുടർച്ചയായ താൽപര്യം മങ്ങിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഗവേഷണം പ്രവർത്തിച്ചു എന്നതായിരുന്നു ഒരു സാധ്യത. സ്ഥാപിതമായ അന്താരാഷ്ട്ര ആണവ നിർവ്യാപന ചട്ടക്കൂടുകൾക്ക് പുറത്തുള്ള വഴികൾ പര്യവേഷണം ചെയ്യാൻ ടെഹ്റാനെ ഈ പ്രവർത്തനം സഹായിക്കുമെന്ന മറ്റൊരു വിശദീകരണം സൂചിപ്പിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇറാനെ ആക്രമിക്കാനുള്ള ഒരു വലിയ നീക്കം ഇസ്രയേൽ നടത്തുമോ എന്നുള്ളത് ലോകം തന്നെ ചർച്ച ചെയ്യുന്ന വലിയൊരു യുദ്ധ വിഷയം തന്നെയാണ്.